ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സുജിത കല്യാണി. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മടി കാണിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടി പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് കാണുന്ന ആൾക്കാരാണല്ലേ. ചില വീഡിയോസൊക്കെ നമ്മുടെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യും. അമ്മ എന്ന നിലയിലും ഒരു മകൾ എന്ന നിലയിലും ഒരുപക്ഷെ നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിനെയും അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും. നമുക്കിന്ന് ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്നുകിൽ ഇതിനെ കൊണ്ട് കളയണം, ഒന്നുകിൽ ഓച്ചറ കൊണ്ടല്ല, അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്ത്. സാഹചര്യത്തിൽ ഒരു മകളെന്ന നിലയിൽ അവരനുഭവിച്ച ദുഃഖം അത് പ്രവചനാതീതമാണ്. നാളെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അവർ പറയുന്ന വാക്കുകളെല്ലാം കേട്ടപ്പോൾ മനസ്സ് തോന്നിയ ഒരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയേക്കാം. ഞാൻ ഒറ്റ മോളാണ്, ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളാണ്. അപ്പോൾ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പോൾ ഒത്തിരി വിഷമങ്ങളായി. എനിക്ക് വിഷമങ്ങളായപ്പോൾ ഞാനിങ്ങനെ പലരോടും ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എന്നെ കൂടെ നിർത്തുന്നത്. അമ്മ ഞാനില്ലാതെ ഒരിടത്ത് നിൽക്കത്തുമില്ല. അമ്മ ഒത്തിരി വേദനിക്കുന്നു, ഞാനും വേദനിക്കുന്നു. അതനുസരിച്ച് അമ്മയോട് ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് ഇറങ്ങി പോകുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു മകളെന്ന നിലയിൽ അവരനുഭവിച്ച ദുഃഖം അത് പ്രവചനാതീതമാണ്. നാളെ നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാം. അവർ പറയുന്ന വാക്കുകളെല്ലാം കേട്ടപ്പോൾ മനസ്സ് തോന്നിയ ഒരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയേക്കാം. ഒരിക്കലും അതിൽ നിന്ന് അതിജീവിക്കാൻ നമ്മളെപ്പോലുള്ള ആർക്കും കഴിയില്ല. പോകുന്നതാണ്. അവരിറങ്ങിപ്പോ എന്ന് പറഞ്ഞില്ല, പക്ഷെ പറയാതെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ. പറയാതെ നമ്മളത് മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ആർട്ടിസ്റ്റുകളല്ലേ, നമുക്ക് മനസ്സിലാവും. ആ ഒരവസ്ഥയിൽ ഇറങ്ങിപ്പോകുന്നതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ കരുതലോട് ചേർത്ത് പിടിച്ച നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ വാർദ്ധക്യത്തിൽ അവർ തിരികെ ബാല്യത്തിലേക്ക് പോയ ആ ഒരു കാലഘട്ടത്തിൽ സംരക്ഷിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നമുക്ക് ഈ മകളുടെ ബാക്കിയുള്ള വാക്കുകളിലൂടെ കൂടി കടന്നു പോകാം. എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ. നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഇവിടെ വന്ന് ജീവിതത്തെക്കുറിച്ചുണ്ടായി. ഒന്നുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ടെന്നൊരു ജീവിത പാഠമാണ്. കാരണം എന്നേക്കാൾ ആ മകൾ പറയുന്നുണ്ട്, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന്. അത് ശരിയാണ്. എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. ഏതൊരു കാര്യത്തിലും, അതൊരു ജോലിയിലായാലും ശരി, ജീവിതാനുഭവങ്ങളിലായാലും ശരി, ഏതൊരു സാഹചര്യത്തിലും ഒരു മനുഷ്യനെ മുന്നോട്ട് നടത്താനായിട്ട് സഹായിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് ഞാൻ പറയും. ഒന്നും തെന്നി വീണ അത്രയേ ഉള്ളൂ നമ്മൾ എന്ന് മനസ്സിലാക്കാനായിട്ട്. പിന്നെ ഇതൊരവസ്ഥയാണ്, വാർദ്ധക്യം. ഇതിനേക്കാൾ അമ്മയെ നോക്കാൻ ഞാനുണ്ട്, എന്നെ നോക്കാൻ ആരുണ്ടാവും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഗാന്ധി ഭവൻ ഉണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ. ഒന്ന് വീണുപോയാൽ തീരാവുന്നുള്ള അഹങ്കാരം മാത്രമേ എല്ലാ മനുഷ്യനും ഈ ലോകത്തുള്ളൂ. ഇത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ടും ഇത്ര സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളൊന്ന് വീണുപോയാൽ നമ്മളെ നോക്കാൻ ആളില്ലെങ്കിൽ, ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ഒക്കെ ഇതുപോലെയുള്ള അവസ്ഥകളിൽ കൂടി തന്നെയായിരിക്കും കടന്നു പോകുന്നത്. നാളെ എനിക്കോ നിങ്ങൾക്കോ ഒക്കെ ഈ സാഹചര്യങ്ങൾ ഉണ്ടാവും. ഉള്ള കാലം നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുകയും കൂടെ നിർത്തുകയും അവരുടെ ജീവിതാന്ത്യത്തിൽ അവർക്ക് കുറച്ച് സന്തോഷങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പോഴുള്ള സമയത്ത്, ഈ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ആരെയും വേണ്ട എന്ന് തോന്നാം. ഈ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് തോന്നാം. പക്ഷേ ഒന്ന് വീണു പോയാൽ, വാർദ്ധക്യത്തിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മളും ഇതുപോലെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൻ്റെ മൂലയിൽ ചുരുങ്ങേണ്ടവരാണെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കട്ടെ. നമ്മുടെ ബാല്യത്തിൽ ഏത് പ്രതിസന്ധിയിലും നമ്മളെ കരുതലോട് ചേർത്ത് പിടിച്ച അച്ഛനും അമ്മയെയും അവരുടെ വാർദ്ധക്യത്തിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ മക്കളെന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥമുള്ളത്? നമ്മൾ കിടക്കയിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അയ്യേ, ഇവർ ഇത്തരം കാര്യങ്ങൾ കിടക്കയിൽ തന്നെ ചെയ്യുന്നുണ്ട്, എനിക്കിവരെ വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ ബാല്യത്തിൽ പല തെറ്റുകൾ കാണിക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഇവരെ കൊണ്ടുവന്ന് ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാം എന്ന് നമ്മുടെ അച്ഛനും അമ്മയും ചിന്തിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആവണം മക്കളും. ഒരിക്കലും അച്ഛനും അമ്മയും വാർദ്ധക്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് കരുതി അവരെ ഉപേക്ഷിക്കണം എന്ന് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുകയേ ചെയ്യരുത്. വളരെയധികം വേദനിപ്പിച്ച മറ്റൊരു കാര്യം, ഗാന്ധി ഭവനിലേക്ക് കെൽസയുടെ നിർദ്ദേശപ്രകാരം വന്ന ഈ അമ്മയുടെ 2 കൊച്ചുമക്കളും വൈകുന്നേരം വരെ ആ മുത്തശ്ശി തൻ്റെ കൊച്ചുമകളെ കാണാനായി കാത്തിരിക്കുകയും അവർ ആ മുത്തശ്ശിയെ കാണാതെ തിരിച്ചു പോവുകയും ചെയ്തൊരു സംഭവമാണ്. അത് പറയുമ്പോൾ തന്നെ ആ മകളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. വേദന വന്ന് എൻ്റെ മക്കൾ 2 പേരും ഇവിടെ നമ്മുടെ കെൽസ വിളിപ്പിച്ചപ്പം വന്നു. എന്നിട്ട് അവർ അമ്മയോട് ഞാൻ പറഞ്ഞു, അവർ വരും, അച്ചും പിച്ചും വരുമെന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഇപ്പോഴും നാവിൽ അച്ചും പിച്ചും എന്നല്ലാതെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ മക്കളെ വളർത്തിയ അമ്മയാണ്. അവരോട് നമ്മുടെ അമ്മ കാണാതെ പോയി.
എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചു അവരെ, എടാ അമ്മ നിങ്ങളെ കാണാനിരിക്കുന്ന. അവിടുത്തെ അമ്മമാരെല്ലാം ഞങ്ങളെ ചീത്ത വിളിക്കാനില്ല, അവിടെ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ പോവാ എന്ന് എൻ്റെ മൂത്ത മോൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മേലാൽ അമ്മയെ കാണാൻ വരരുത്. ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്, വരരുത്, എന്നെ കാണാനും വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവരോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ കാണാനും വരരുത്, പിന്നെ 2 പേരും വരണ്ട, അമ്മയും കാണണ്ട എന്നെയും കാണണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അതിന് ഭയങ്കര അവർ എത്രമാത്രം ആ ഒരു സംഭവത്തിൽ വേദനിച്ചിട്ടുണ്ട്. ഈ മുത്തശ്ശിക്ക് വയസ്സ് കാലത്ത് അല്ലെങ്കിൽ ഈ മുത്തശ്ശിക്ക് ജീവിതത്തിൽ ആഗ്രഹമുള്ളത് വില കൂടിയ വസ്ത്രങ്ങളോ വില കൂടിയ ഭക്ഷണങ്ങളോ നല്ല സാഹചര്യമോ എന്നതിനേക്കാൾ ഉപരി എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും സാമീപ്യമാണ്. അത് കൊടുക്കാനായിട്ട് നമ്മൾ ഒരിടത്തേക്ക് പോകേണ്ടതില്ല, അധ്വാനിക്കേണ്ടതില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സാധിക്കട്ടെ. ഇത്തരം വേദനകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഈ കണ്ണീരുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. ഇതെല്ലാം മറ്റൊരു തരത്തിൽ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ആ കൊച്ചുമക്കളുടെ മനസ്സിൽ കുറച്ച് മാറ്റം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോസ് കാണുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെ നിങ്ങൾ മടി കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.